ഇവിടെ ആന കാണോ? ഇവിടെ ആന വരും. കാട്ടുപോത്തൊക്കെ ഉണ്ടാവും. ഞാൻ വിളിച്ച നമ്പർ ഞാൻ ഒരു 6 മാസം മുമ്പ് വന്നു. അപ്പോഴേക്ക് സമയമില്ല ഫോണുള്ള എൻ്റെ ഫാമിലി ചെറിയ വാങ്ങിച്ചോണ്ട് അങ്ങനെ കാലത്ത് ഓട്ടം കൊണ്ട് വന്നു. അന്നത്തെ അച്ഛനും സാധിക്കും. കുറേ ഉണ്ട്. അതെ, നമുക്ക് അടുത്ത ട്രിപ്പ് ഇതേമാതിരി വരുമ്പോൾ ഒരു ദിവസം വൈകിട്ട് കൂടെ ഹാൾട്ടുണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. പോകണം. അതെ നടക്കില്ല. ഇതിന്റെ ഉള്ളില് ഞമ്മ മനുഷ്യന്മാര് വീടൊക്കെ വെച്ച് ഇരിക്കണ്ട ഉണ്ടല്ലേ? ആദിവാസികളുണ്ട്. പിന്നെ നമ്മുടെ എസ്റ്റേറ്റ് പണിക്കാര്, അങ്ങനെ 2 റിസോർട്ട് ഉണ്ടല്ലോ, അവിടുത്തെ പണിക്കാരെല്ലാവരും ഉണ്ട്. അതിൽ ഏറ്റവും കൊടുങ്കാട്ടില് താമസിക്കുന്നത് ഏത് വിഭാഗം ആൾക്കാരാണ്? അവിടെ പെരിയ ചോല പറയുന്ന സ്ഥലം. പെരിയ ചോല അല്ലേ? അതിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് പോയാൽ കാണാം. പക്ഷെ അത് കുറെ ദൂരം പോകണം. അതായത് പറമ്പിത്തറം നമ്മൾ എന്താ പറയാ, തമിഴ്നാട് കേരള ബോർഡറിന്റെ എല്ലാം അവരിരിക്കണത് അല്ലേ? അവര് മൃഗങ്ങളുടെ കൂടെ തന്നെ ഇരിക്കൂല. മൃഗങ്ങൾ അവിടെ അവരുടെ ഇതിലൊക്കെ മൃഗങ്ങൾ എപ്പോഴും വന്നു പോകും. അവിടെ കാപ്പി, ഏലം, കുരുമുളക്, ഇത് പ്ലാന്റേഷനാണ്. അതിന്റെ അല്ലേ? ഗവൺമെന്റ് ഒരാളിന് ഇത്ര ഏക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ട്രൈബൽസിന്. അവര് പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ലീഫ് കൂട്ടി അടിച്ചിട്ടില്ല. വണ്ടി ഇരിക്കുമല്ലോ റോഡ് പണി അവിടെ നെന്മാറയിലാണ്. അത്യാവശ്യം പണിയിലൊക്കെ അവിടെ ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. പറ്റാത്ത പണിയിലാണെങ്കിൽ താരം നെന്മാറയ്ക്ക് തന്നെ ഇറക്കിയായിരുന്നു അല്ലേ? സ്പെയർ പാർട്സ് ഇവിടെ കിട്ടില്ല. സ്പെയർ പാർട്സ് അത്യാവശ്യം ഇവിടെ അറിഞ്ഞ ഒരു വർക്ക്ഷോപ്പ് ഉള്ള കാരണം അത്യാവശ്യം എല്ലാ വണ്ടി തന്നെ കരുതി വെക്കും. അതുകൊണ്ടാണ് കടയിലെല്ലാം ഒരു കട തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം സ്പെയർ പാർട്സുകളൊക്കെ കാലം കൂടെ എത്തിക്കും. അങ്ങനെയല്ലേ? അവിടെ ചെയ്യാൻ പറ്റാത്ത പണികളാണെങ്കിൽ മാത്രം താഴേക്കാണ്. ഇത് എല്ലാ വണ്ടിയും വൈകുന്നേരമായി ഓരോരോ മെയിൻ്റെനൻസ് ഉണ്ട്. ഓട്ടം കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യും. അല്ലാണ്ട് നടക്കില്ല. ഈ റോഡ് കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും സുമാർ? ഇത് എന്താ പറയുക, ബ്രിട്ടീഷ് കാലത്ത് തൊട്ട് തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷം. 1982 82 എന്ന് പറഞ്ഞാൽ 40 വർഷം മുന്നേ അല്ലേ? 40-42 വർഷം മുന്നേ ഈ റോഡ് ഇതേപോലെ ഓപ്പൺ ആയിട്ടില്ലേ? അന്ന് പറഞ്ഞു ഇവിടെ കുറെ എസ്റ്റേറ്റ് പ്ലാന്റേഷന്റെ പ്രധാനങ്ങളൊക്കെ കാത്തിയല്ലോ. ഇത് പ്ലാന്റേഷൻ ഇല്ലാതെ ഒരു ഓട്ടോമായി മാറ്റി. ഈ ചെടിയാണ് പാമ്പിന്റെ തുറക്കുന്ന ചെടി. വലിയ ഇലയില്ലേ അത്? വാട്ടക്കാണ്. അതെ, അതിന് പെരുക്ക് എന്ന് പറയും നാട്ടില്. പെരുക്ക്. പിന്നെ അത് ഒരുപാട് പേര് അതന്നെ ഈ ചെടി ആ ചെടിയാണ്. മൂർക്കമ്മാമ്പ് മേടിച്ച അരച്ചിട്ട് മുറിയിൽ വെക്കുക, ഒരു ഇല തിന്നുകയും ചെയ്യാം, ഒരു തൂമ്പല.
അപ്പോൾ പാമ്പിന്റെ വിഷം ഇറങ്ങിപ്പോ. മൂർക്കം പാമ്പിന്റെ പയ്യാനിക്ക് പറ്റില്ല. പയ്യാനിക്ക് വേറെ മെഡിസിനും കൂടി ചേർത്തിയാലേ പറ്റുള്ളൂ. പയ്യാനി നിങ്ങൾ ഇവിടെ എന്താ പറയാ? അതന്നെയല്ലേ പയ്യാനി എന്നല്ലേ പറയാ? ഇതാണ് ചെടി. ടവല് പോലെ ഇരിക്കും. ഇത് പിടിച്ചു നോക്കി ടവല് പോലെ ഇരിക്കും. കുട്ടികൾക്ക് ഈ മൂലത്തിന്റെ അവിടെ അസുഖം വരില്ലേ? അപ്പൊ ഇത് വെച്ച് തുടച്ചു കഴിഞ്ഞാൽ ആ അസുഖം മുഴുവൻ ഒഴിവായി പോകും. അതന്നെ. ഇതാ മൂലക്കുരുവിനും ബെസ്റ്റ് മരുന്നാണ്. അരച്ചിട്ട് തേച്ച് മൂലത്തിൽ നമ്മ കോണകത്തിൽ കെട്ടിയിട്ട് രാത്രി കന്നിറങ്ങാം. അപ്പോൾ മൂലക്കുരു മാറി കിട്ടും. അതന്നെ മെഡിസിനാണ്. കാട്ടിൽ ഒരുപാട് മെഡിസിൻ ഉണ്ട്. ഇത് ആൾക്കാർക്ക് അറിയില്ല. ഇതൊക്കെ വൈദ്യന്മാർ പഠിപ്പിച്ചു കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ. ഇവിടെ രാജപമ്പയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഉൾവനത്തിലുണ്ട്. ഒരുപാട് നല്ല കൂളിംഗ് ആയ സ്ഥലത്തിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ അല്ലേ? അതിനൊരു ഈ ഉൾവനത്തില് നല്ല കൂളിംഗ് ഉള്ള സ്ഥലത്തിൽ ആന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ആന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ പാസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് സേഫ് ആയിട്ട് അവർ പറഞ്ഞു. പിന്നെ മറ്റേ നമുക്ക് ഇവിടുന്ന് പറമ്പിക്കുളത്തേക്ക് പോകാനുള്ള റോഡുണ്ടോ? നമുക്ക് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള എന്തെങ്കിലും ഇതുണ്ടോ? നമ്മുടെ പെർമിഷൻ ഉണ്ടോ? പെർമിഷൻ നമുക്കില്ല. അത് ഇവിടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരിന് മാത്രമേ അങ്ങനെ ഉള്ളൂ അല്ലേ? അതെന്ന് വെച്ചാൽ അത് പോയത് അത്ര സേഫ്റ്റി അല്ല. നമുക്ക് വഴിയിലൊക്കെ നിൽക്കും അല്ലേ? ഇനി വരും കാലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ടൂറിസ്റ്റ് ആക്കാൻ സാധിക്കൂല്ലേ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കിയിട്ടില്ല. അതിൽ കൂടെ പോയാൽ നേരെ നമ്മൾ തമിഴ്നാട് ബോർഡർ പോയിട്ട് വേണം പറമ്പിക്കുളം പോയി. ഇവിടേക്ക് ഡ്രൈവിങ്ങിന് നിങ്ങളുടെ മാതിരി സ്പെഷ്യലായിട്ടുള്ളവർക്ക് സാധിക്കുള്ളൂ അല്ലേ? വേറെ സാധാരണ സാധിക്കില്ല. ഒരിക്കലും ഈ ഡ്രൈവിങ് സാധിക്കില്ല. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരു റോഡ് ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ ഇവിടെ ഇങ്ങനത്തെ റോഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടില്ല. ഞാൻ 3 കുമളിയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ റോഡുകൾ പെർഫെക്റ്റ് ആണ്, കുഴപ്പമില്ല. ഇത് പഠിച്ചിരുന്നോളെ. ഇതിന്റെ ഓപ്പോസിറ്റ് വണ്ടി വരും. വണ്ടി വരുമോ? നമ്മൾ പോണത് വരുന്നത് ഈ വഴി കൂടെ, വേറെ വഴിയൊന്നും. അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ കൊടും കാടാണ്. എന്ന് പറഞ്ഞാൽ മലയുടെ ഏറ്റവും ടോപ്പിൽ കൂടെ നമ്മൾ പോകണം. നിങ്ങൾ ഇവിടെ നിന്ന് കൊല്ലംകോട്ടേക്ക് ഷോർട്ടായിട്ട് ഇറങ്ങി പോകും. നടക്കാനുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പലല്ല, നമ്മൾ മുന്നോട്ടുകളുടെ കാലത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ആരും നടക്കാറുണ്ട്.
അതെ അല്ല ഞാൻ കൊല്ലങ്കോട് താമസിച്ചിട്ടില്ലേ കൊല്ലങ്കോട് മറ്റേ തുല്യ ഡാമിൻ്റെ താഴത്ത് ഞാനിരിക്കുന്നു രണ്ട് മാസത്തോളം അപ്പോൾ ഈ മലിനം ഓടുമ്പോൾ ആൾക്കാർ പള്ളിയത്ത് സാധനം പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു 30 വർഷം മുന്നേ പാസിങ് എത്ര മണിക്ക് വെക്കാം ഇതൊരു പാസിങ് ഇല്ല ഓഫ് റോഡ് പോണ സമയത്ത് ഈ കാട്ടിനുള്ളിൽ നമുക്ക് ഒരു ദിവസം താമസിക്കാൻ സൗകര്യമുണ്ട് എത്ര ചെലവ് അങ്ങോട്ട് പോയില്ല അല്ലേ അപ്പോൾ സുമാർ എത്ര രൂപ ചെലവ് വരും ഒരാൾക്ക് അത്ര വരുള്ളൂ അല്ലേ ഒരാൾക്ക് 2000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം അടുത്ത് ഇല്ലേ ഇവിടുന്ന് കാലത്ത് പോയാൽ പിറ്റേ ദിവസം കാലത്ത് വിടും അല്ലേ ശരി അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ അവിടെ കൊണ്ട് റിസോർട്ടിലാക്കണം അല്ലേ അല്ലേ 30 വർഷം മുന്നേ ആ റോഡ് അങ്ങനെ കഴിഞ്ഞു പഞ്ചായത്ത് വർക്കറിന് വാർഡ് മെമ്പറായിട്ട് ഇതല്ലേ ഈ ഓഫ് റോഡ് ഉള്ള കാരണം നിങ്ങൾ മാതിരിയുള്ള പാവങ്ങൾ ജീവിച്ചു പോണ്ട് അല്ലെങ്കിൽ ഈ നെല്ലിയാമ്പതിയിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ഗവൺമെന്റ് എന്തെങ്കിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ജീപ്പ് വാങ്ങാനോ ലോൺ അടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല ഇപ്പൊ മലിന്റെ ഏറ്റവും ടോപ്പ് എത്തിയില്ലേ നമ്മള് കുറച്ചും കൂടെ ഉണ്ട് നമ്മളിപ്പോ 1200 അടി എത്തി കുറച്ചും കൂടെ മുകളിൽ പോയാൽ 1500 അടിയോ അങ്ങനെയല്ലേ ഈ ഏറ്റവും ടോപ്പിലെത്തുമ്പോഴേക്ക് ഫുള്ള് തണുപ്പായിരിക്കും അല്ലേ പ്രൈവറ്റതിന് മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല അല്ലേ നമുക്ക് ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരാം നമുക്ക് അപ്പൊ ഇത്രയും കൂടി ഞങ്ങൾ വേറെ സ്ഥലങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് ഒരു ദിവസം ഇരുന്നാ വൈകുന്നേരം വരുന്ന അതെ അങ്ങനെ കണ്ട് അവരായിട്ട് ഒന്ന് സംസാരിച്ച് അവരുടെ ജീവിതമൊക്കെ നമുക്ക് ജനങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കാം എങ്ങനെയാ പാവങ്ങൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ജീവിക്കണത് എന്താണ് നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ മനുഷ്യന്മാർ എത്ര കഷ്ടപ്പാടാണ് എല്ലാം നമുക്ക് അതന്നെ എന്തൊക്കെ അവസ്ഥയിലാണ് ഓരോ ആൾക്കാർ കുടുംബജീവിതം നയിക്കുന്ന എല്ലാം നമുക്കറിയാം
ചിലപ്പോൾ കാട്ടുപോത്ത് ഇങ്ങനെ മേയുണ്ടാവൂലേ? ഈ മലയാളി കൊണ്ടാണ് ഒന്ന് പുറത്ത് വരുന്നത്. എല്ലാം പുറത്തിറങ്ങൂല്ലേ? ആ ആ ഫുള്ള് കോടയാണ്. കോടയാണ്. എത്ര വെയില് വന്നാലും ഇവിടെ നല്ല തണുപ്പുണ്ട്. മോഹൻലാല് ഇവിടെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലേ? ലൈവായിട്ട് ജീപ്പ് ഓടിക്കാം ആളല്ലേ? ആ എന്താ സിനിമയുടെ പേര്? ബ്രഹ്മരം. ബ്രഹ്മരം അല്ലേ? ആ ഇവിടെ നിന്ന് കൊല്ലംകോട് കാണുന്ന സ്ഥലം എവിടെയെങ്കിലും പറ്റില്ല. ആ ഈ സ്ഥലമാണ് അല്ലേ? കോടമഞ്ഞുള്ള കാരണം കാണാൻ ഇത്രയും സാധിക്കില്ല. ഫുള്ളായിട്ട് കാണാൻ പറ്റൂല. എന്നാ ദൈവാന്വേഷണം കൊണ്ട് ഇവിടെ എത്തി. ഇതാണ് നമ്മൾ കൊല്ലംകോട് നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ഇല്ല ഹൈറ്റ് കൂടിയ സ്ഥലം. കണ്ണട്ടാ നിങ്ങളൊന്ന് സല്യൂട്ട് അടിക്കും നമ്മുടെ കൊല്ലട്ട ഇറങ്ങി. പ്രവട്ട ഇറങ്ങി. ഈ സ്ഥലമാണ് കൊല്ലംകോട്ട് നിന്നും മലമ്പുഴയിൽ നിന്നും ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം. നെല്ലിയാമ്പതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ. ഇപ്പോൾ കോടമഞ്ഞായതുകൊണ്ട് കൂടുതൽ കാണുന്നില്ല, എന്നാലും ഈ ലൊക്കേഷനാണിത്. ഓക്കെ പോട്ടെ പോരെ നമുക്ക്. ഇനി ഇവിടെ ഇതിപ്പോൾ വിളിച്ചുകൊണ്ടെങ്കിൽ സംഗതി നല്ല ലോങ് ഒക്കെ കിട്ടും. ആ അതെ തന്നെ. ആ ഞാൻ ഇത് പുല്ല് വഴുക്കണ സ്ഥലമാണ്. പോലട്ടെ ഇത് വഴുക്കും. അതിനെ വഴുക്കണ സ്ഥലമാണ്. വളരെ സൂക്ഷിച്ചിട്ട് വേണം വരാൻ. ആ അതിനെ ഇതിപ്പോ 100 മീറ്റർ പോലും കാണുന്നില്ലല്ലോ. അല്ല ദേ പാറയിൽ നിൽക്കാം പതുക്കെ. അത് വഴുക്കലാണ് ബുദ്ധിമുട്ട്. മഴ സമയമായതുകൊണ്ടേ. ആ മതി, ഇത്ര മതി.